സമയം കൂടുതൽ മാർക്ക് നേടാം. തന്നിരിക്കുന്ന ചിത്രത്തിലേക്ക് നോക്കൂ. ഒരു AC ജനറേറ്റർ DC ജനറേറ്റർ തന്നിട്ടുണ്ട്. ഈ AC ജനറേറ്ററിനകത്ത് സ്ലിപ്പ് റിംഗ് ആണ് വരുന്നത്, പക്ഷെ DC ജനറേറ്ററിനകത്ത് സ്പ്ലിറ്റ് റിംഗ് ആണ് വരുന്നത്. രണ്ട് ജനറേറ്ററിന്റെയും ഊർജ്ജമാറ്റം എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജി കൺവേർട്ട് ടു ഇലക്ട്രിക്കൽ എനർജി, യാന്ത്രികോർജ്ജം വൈദ്യോർജ്ജമായിട്ട് മാറുന്നു. ഇനി ഇതിന്റെ പ്രവർത്തന തത്വം, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുതകാന്തിക പ്രേരണ തത്വം എന്നാണ്. ഇനി അടുത്തത് ഈ രണ്ട് ചിത്രത്തിലേക്ക് നോക്കൂ. ആദ്യത്തെ നമ്മുടെ മൈക്രോഫോൺ ആണ്, രണ്ടാമത്തെ ലൗഡ് സ്പീക്കർ ആണ്. മൈക്രോഫോണിലെ ഊർജ്ജമാറ്റം എന്ന് പറഞ്ഞാൽ മൈക്രോഫോൺ അതായത് ശബ്ദോർജ്ജം വൈദ്യോർജ്ജമായിട്ട് മാറുന്നു. ലൗഡ് സ്പീക്കർ ആണെങ്കിൽ നേരെ തിരിച്ചാണ്, അതായത് ഇലക്ട്രിക് എനർജി എന്ത് ചെയ്യുന്നു, സൗണ്ട് എനർജി ആയിട്ട് മാറുന്നു. ഓർത്തിരിക്കാം. ഇനി ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്, അതായത് വൈദ്യുതകാന്തിക പ്രേരണ തത്വമാണ്. പക്ഷെ ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് മോട്ടോർ, വൈദ്യുത മോട്ടോറിന്റെ പ്രവർത്തന തത്വമാണ്. ഇനി ട്രാൻസ്ഫോമർ, ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയാലും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയാലും അവിടെ എപ്പോഴും ഊർജ്ജം അതായത് പവർ നഷ്ടം ഉണ്ടാകുന്നില്ല എന്ന് ഓർത്തിരിക്കുക. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വോൾട്ടേജ് ഉയർത്തുന്നു, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വോൾട്ടേജ് താഴ്ത്തുന്നു. ഇനി അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രവർത്തന തത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ തേർഡ് ചാപ്റ്ററിന്റെ പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുതകാന്തിക പ്രേരണ തത്വം. ഓക്കെ, അപ്പൊ കുറഞ്ഞ സമയം കൂടുതൽ മാർക്ക് സെറ്റായി.